എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വീറ്റ് പാസ്ത ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് വാങ്ങിച്ച ആട്ടമാവല്ല, കഴുകി ഉണക്കി എടുത്ത ഗോതമ്പ് പൊടിയാട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം, അതേപോലെ 2 മുട്ട ചേർക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ഓയിലാണ്. ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കുഴക്കണ്ട. ആദ്യം ഈ മുട്ടയും ഓയിലും ഉപ്പൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് മാവിൽ കലരണം. അതേപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുറേ വെള്ളം തന്നെ ആദ്യം ഒഴിക്കേണ്ട. ആദ്യം ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ ഇതന്നെ ആവശ്യത്തിന് മതിയായിരുന്നു വെള്ളം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് സോഫ്റ്റ് ആവേണ്ട, ഒരുപാട് ഹാർഡ് ആവേണ്ട. ആ ഒരു പൂരിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കില്ല, അതേപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ബാക്കി വന്നത് ഇത്രയും വെള്ളം കേട്ടോ. ഞാൻ 1/4 കപ്പ് എടുത്തിട്ട് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ വേണ്ടി വന്നുള്ളൂ. ഇനി കുറച്ച് വെജിറ്റബിൾസ് വേണം. ഇപ്പോൾ ഞാനൊരു സവാള, 2 തക്കാളി, 1 ക്യാരറ്റ്, പിന്നെ 1 ഉരുളക്കിഴങ്ങും, ഒരു 5-6 മഷ്റൂമും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് നന്നായി കഴുകിയെടുക്കുക. കഴുകിയ ശേഷം മുറിക്കല്ല വേണ്ടത്, നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ഷേവിങ്സ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിതിങ്ങനെ ചീവി എടുത്താൽ മതി. അപ്പോൾ നല്ല തിന്നായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തിന്നായിട്ട് ചെയ്യണത് പെട്ടെന്ന് എല്ലാം ഒരുമിച്ച് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പാസ്തയാണ്. ഇപ്പോൾ ക്യാരറ്റ് ഞാൻ ചീവി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. തോല് കളഞ്ഞിട്ട് കഴുകിയിട്ട് ഇതേപോലെ അതൊന്ന് ചീവിയെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ സവാള സാധാരണ സ്ലൈസ് ചെയ്ത പോലെ ചെയ്താൽ മതി. പിന്നെ തക്കാളി കുറച്ച് വലുപ്പത്തിൽ മുറിച്ചെടുക്കും, വല്ലാതെ പൊടിയായി അരിഞ്ഞ് വെക്കരുത്. പിന്നെ മഷ്റൂമും അതേപോലെ തിന്നായിട്ട് സ്ലൈസ് ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ കടായി ചൂടാവട്ടെ. ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. ബട്ടറും അതേപോലെ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ബട്ടർ അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ചതച്ചെടുത്ത വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളിയും ചേർത്തിട്ട് അതിൻ്റെ ആ മണം ഒന്ന് പോണ വരെ, പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം സവാള ചേർത്ത് ഒന്ന് വാടിയ ശേഷം ബാക്കി വെജിറ്റബിൾസ് ചേർത്താൽ മതി. കാരണം സവാളയാണല്ലോ കുറച്ചും കൂടെ സമയം എടുക്കുക വേവാൻ. അപ്പോൾ അതൊന്ന് വാടിയ ശേഷം ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് ചേർക്കുകയാണ്. ക്യാരറ്റ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയ ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ചീവി ചെയ്തിട്ട് കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മഷ്റൂമും ഒക്കെ ഏകദേശം പെട്ടെന്ന് ഒരേ സമയം കൊണ്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മഷ്റൂമും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് തിന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് ഒന്നിച്ച് വേവെന്ന് പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ കട്ടിയിലാണെങ്കിൽ ഇതൊക്കെ കുറേ സമയം എടുക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മഷ്റൂമും കൂടെ വഴറ്റിയ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഇന്ത്യൻ ഫ്ലേവറിലുള്ള ഒരു പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യൻ മസാലാസ്, അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തു. ഇനി എരിവിന് ആവശ്യമുള്ള കുറച്ച് മുളക് പൊടി, അതേപോലെ മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി. അതായത് 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും മല്ലിപ്പൊടി. ഒരുപാട് ചേർക്കരുത് കേട്ടോ, അപ്പോൾ ഭയങ്കര കുത്തലായി പോകും. ചെറിയ 1/4 ടീസ്പൂൺ മതിയാവും. അതേപോലെ 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ ഒരു നുള്ള് ഗരം മസാല. 1/4 ടീസ്പൂണിലും വളരെ കുറച്ച് മതി ഗരം മസാല, ഒരു പിഞ്ച് മതിയാവും. അതൊന്ന് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ മസാലകൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പാസ്ത ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒക്കെ ഒരു ആവശ്യത്തിന് ഇടാൻ പാടുള്ളൂ. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ആദ്യമേ ചേർക്കരുത് കേട്ടോ, ഏറ്റവും അവസാനമാണ് തക്കാളി ചേർക്കേണ്ടത്. കാരണം പെട്ടെന്ന് അത് കുഴഞ്ഞു പോയിട്ടൊരു കറി പോലെ ആയി പോവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഹൈയിൽ തന്നെ വെക്കാം. പിന്നെ ഞാൻ നേരത്തെ പൊടി ചേർക്കുമ്പോൾ പെപ്പർ ചേർക്കാൻ മറന്നിരുന്നു. അപ്പോൾ കുറച്ച് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. പിന്നെ വേണ്ടത് കെച്ചപ്പാണ്. കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കുക. അതേപോലെ നമ്മളൊരു ചൈനീസ് ടച്ചും കൂടെ കൊടുക്കുകയാണ്. സോയാ സോസ് ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. 1/2 ടീസ്പൂൺ മതിയാവും സോയാ സോസ് കേട്ടോ. ഇനി ഇപ്പോൾ ഇത് ഇന്ത്യൻ ആൻഡ് ചൈനീസ് ഇൻഡോ ചൈനീസ് പാസ്ത എന്ന് വേണമെങ്കിൽ പറയാം. 2ൻ്റെ ഫ്ലേവറും കൂടെ വന്നു. പെപ്പറും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ 2ൻ്റെയും കൂടെ വന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് കളർഫുൾ ആവട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ച കളറിന് വേണ്ടിയിട്ട് കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കണം, മല്ലിയില. ക്യാപ്സിക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു പാസ്തയാണല്ലോ. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നല്ല അടച്ച് മൂടി വെക്കേണ്ട, അത് കുഴഞ്ഞു പോവും. അപ്പോൾ ഇനി നമുക്ക് പാസ്ത ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, അത് കുറച്ചുകൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. മസാല ഉണ്ടാക്കണ ഒരു സമയം വരക്കും ഇത് നമ്മൾ കുഴച്ച് വെച്ചിരുന്നല്ലോ.
ഇനി നമുക്കിത് പരത്താം. ഞാനിപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം കേട്ടോ പാസ്ത. അപ്പോൾ ഞാൻ ആദ്യം വേറൊരു ഷേപ്പിലൊക്കെ ട്രൈ ചെയ്തു, പരാജയപ്പെട്ടിട്ട് അവസാനം പരത്തിയെടുക്കുകയാണ് കേട്ടോ. പരത്തി കട്ട് ചെയ്യാൻ തന്നെ പ്ലാൻ ചെയ്തു, കാരണം ടൈമും പോയി. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കൂടുതൽ പരീക്ഷണത്തിന് നിന്നില്ല, ഞാൻ റിബൺ പോലെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ തിന്നായിട്ട് പരത്തിയ ശേഷം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ലൈനായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തുന്ന ആ കുഴലില്ലാതെ ഇങ്ങനെ വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കട്ടായി വരും, കറക്റ്റായിട്ട് ലൈന് കട്ടായി വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത പീസ് എടുത്ത് കാണിച്ചു തരാം. ഇത്രയും തിന്നായിട്ട് വേണം പരത്താൻ കേട്ടോ. പൊട്ടിപ്പിടിക്കുകയൊന്നുമില്ല, നമ്മൾ അതിൽ ഓയിലൊക്കെ ചേർത്ത് കുഴച്ചതാണല്ലോ. ഇനി ബാക്കിയുള്ളതും കൂടെ എടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സാധാരണ പാസ്ത നൂഡിൽസൊക്കെ നമ്മൾ വേവിക്കണ പോലെയൊക്കെ തന്നെ തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇട്ട ഉടനെ തന്നെ ഇളക്കണ്ട, കട്ട പിടിക്കുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, കട്ട പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇട്ട ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു സ്ക്യൂറോ ഒരു പപ്പടക്കോലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ, ഒക്കെ വേറിട്ട് വന്നോളും. അപ്പോൾ ഇനി ഇത് വേവട്ടെ. ഒരു 10 മിനിറ്റ് എടുക്കും. നമ്മൾ പരത്തിയ ആ ഒരു തിക്നെസ്സിനനുസരിച്ചിരിക്കും ഇതിൻ്റെ വേവ് കേട്ടോ. അപ്പോൾ മാക്സിമം തിന്നായിട്ട് പരത്താൻ നോക്കാം. അപ്പോൾ പാസ്ത ഉണ്ടാക്കണ മെഷീനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ സുഖമാണ്, നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു തിക്നെസ്സിൽ കിട്ടും. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരട്ടെ, വെന്ത് വരട്ടെ. അപ്പോൾ വെന്തോന്ന് അറിയണമെങ്കിൽ ഒരു ചെറിയ പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പച്ച ചുവ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കോരി മാറ്റി വെക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആവും. ഇപ്പോൾ ഇതേ മാവ് കൊണ്ട് തന്നെ നൂഡിൽസ് ഉണ്ടാക്കാം. കുറച്ച് തിന്നായിട്ട് നൂല് പോലെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ നൂഡിൽസും നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. മൈദയും കൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക, പക്ഷേ കുറച്ചും കൂടെ ഹെൽത്തിയർ ഗോതമ്പാണല്ലോ. നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ പാസ്തയും റെഡിയായി, നമുക്കതിൻ്റെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒരു പണിയുമില്ല, നമുക്കിനി ഇത് അങ്ങോട്ട് മിക്സ് ചെയ്യേ വേണ്ടുള്ളൂ. അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് നമുക്ക് ആ മസാലയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നടുക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വീഡിയോ സ്പീഡാക്കിയതാണ്. അപ്പോൾ അതേപോലെ സ്പീഡിൽ കുത്തി ഇളക്കി കൊളാക്കരുത്. ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം മിക്സ് ആവും. അത് പൊട്ടി ചെറുതായി പോകുന്നില്ല, എന്നാലും നമ്മൾ ശ്രദ്ധിച്ചൊന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പാസ്ത ഇവിടെ വീറ്റ് പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എന്തായാലും ഇഷ്ടമാവും. അത് എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാം. ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, ഡിന്നറിന് വേണമെങ്കിലും ഉണ്ടാക്കാം. അതേപോലെ സ്കൂൾ പോകുന്ന കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാം, സ്കൂൾ കോളേജ് കുട്ടികൾക്കൊക്കെ. അതുപോലെ ഓഫീസിൽ പോകുന്നവർക്കും ടിഫിൻ ബോക്സിലാക്കാം ലഞ്ചിന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. Thank you for watching.